ജനങ്ങൾ വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്ന ഒരു പ്രദേശത്തെ ജനകീയ സമരത്തെ വർഗീകരിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പോലീസും സർക്കാരും 9.5 വർഷം കൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരത്തെ വെട്ടിച്ചുരുക്കി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാരും പ്രതിപക്ഷവും. ജനങ്ങളുടെ സമരത്തെ അടിച്ചമർത്തിയ ഭരണാധികാരിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല, ഒരു ജനകീയ സമരത്തെ പോലീസ് നേരിട്ട രീതി തികച്ചും ഹിറ്റ്ലറുടെ ഭാഷയിൽ തന്നെയായിരുന്നു. എന്നിട്ട് അതിനെ സുഡാപ്പിവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. പല നേതാക്കന്മാരും ഈ ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. ജനങ്ങളുടെ ശുദ്ധവായുവും ജലവും മലിനമാക്കിയവരുടെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെയും മുഖ്യമന്ത്രിയുടെയും അധികാര കസേര മലിനമാവും, ദുർഗന്ധം വമിക്കും. കാരണം ഇത് ജനകീയ സമരമാണ്, ജനങ്ങളുടെ സമരമാണ്. ഇത് വർഗീയവൽക്കരിക്കാൻ സർക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കേരളത്തിൽ 42 അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എവിടെയാണ്? ആരൊക്കെയാണ് അതിന്റെ ഉടമകൾ? ജനങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയേ മതിയാവൂ. 1994 സെക്ഷൻ 191 പ്രകാരം പറയുന്നത് പഞ്ചായത്തിന്റെ തീരുമാനങ്ങൾ, ഉത്തരവുകൾ, ലൈസൻസുകൾ, അനുമതികൾ എന്നിവ റദ്ദാക്കാനോ നിഷേധിക്കാനോ സർക്കാരിനുള്ള അവകാശത്തെ സംബന്ധിച്ചാണ്. ഒരു പഞ്ചായത്തിന്റെ ഏതെങ്കിലും തീരുമാനമോ ലൈസൻസോ ഉത്തരവോ അനുമതിയോ നിയമവിരുദ്ധമാണെങ്കിലോ ഈ ആക്ട് മറ്റ് നിയമങ്ങളോ നൽകിയ അധികാരങ്ങളോ ദുരുപയോഗം ചെയ്യുകയോ ലംഘിക്കുകയോ ചെയ്യുകയാണെങ്കിലോ ഒരു വ്യക്തിക്ക് ഇത് ബുദ്ധിമുട്ടോ അപകടമോ ഉണ്ടാവുകയാണെങ്കിലോ നീതിക്ക് വിരുദ്ധമാണെങ്കിലോ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിലോ അത് റദ്ദാക്കാനോ ഭേദഗതി വരുത്താനോ സർക്കാരിന് അധികാരമുണ്ട്. ഈ വകുപ്പ് പ്രകാരം ഭേദഗതി വരുത്താനോ നിർദ്ദേശിക്കുന്ന ഒരു തീരുമാനത്തിന്റെ നടപ്പാക്കൽ താൽക്കാലികമായി നിർത്തിവെക്കാനോ സർക്കാരിന് അധികാരമുണ്ട്.